എന്താണോ ഇത്? താൻ ഇത്രയുള്ളോ? ഒന്നും മോഹിക്കരുതെന്ന് ഇപ്പോഴും എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാ. പക്ഷെ എടോ, താൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് നേടി തന്നിരിക്കും. എടോ, തന്റെ ഭഗവാൻ തന്നെ കൈവിടില്ലടോ. ഭഗവാൻ കൂടിയുള്ളപ്പോഴാണോ താൻ വെറുതെ സങ്കടപ്പെടുന്നത്? എന്നെ പോലുള്ള പാവങ്ങളെ ഭഗവാനും വേണ്ട. അത് താൻ പറഞ്ഞാൽ മതിയോ? എടോ, തന്നെ പോലൊരു പെണ്ണിന്റെ കണ്ണുനീര് കാണാതെ പോകാൻ ഏതെങ്കിലും ഭഗവാന് പറ്റുമോ? താനൊരു നിമിഷം ഒന്ന് കണ്ണടിച്ച്. കണ്ണടിക്ക്. ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നില്ലേ? അങ്ങ് ഗുരുവായൂരിരിക്കുന്ന ആള് തന്റെ സങ്കടം കണ്ടിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ആ സത്യം. കള്ളൻ. അതെ, ഞാനൊരു കള്ളനാ. അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ മനസ്സ് കെട്ട കള്ളൻ. അതാരാ? അതൊക്കെ വഴിയെ പറയാം. താൻ വാ. നീ എന്തോ ടെൻഷനിലാണല്ലോ, എന്തോ പറ്റി? അത് അച്ഛാ വേറൊന്നുമല്ല. ചിന്നുവിന്റെ അഡ്മിഷന്റെ കാര്യത്തില് ആരോ ഇടയ്ക്ക് കയറി കെണി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കയറി കെണി വെച്ചെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ അച്ഛാ, ഇത്രയും നാളുള്ള പെരുമാറ്റം ആയിരുന്നില്ല ഇന്ന് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചിന്നുവിന് ഒരു കാരണവശാലും അഡ്മിഷൻ കൊടുക്കരുതെന്ന് അയാൾ ആരോ വിലക്കിയ പോലെ. സംസാരത്തിനിടയിൽ അത് ചെറുതായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. എടാ, ആരെങ്കിലും ഒരാൾ തടസ്സപ്പെടുത്തിയെന്ന് വെച്ച് ചിന്നുവിന് അഡ്മിഷൻ കൊടുക്കാതിരിക്കാനുള്ള അധികാരമൊന്നും പ്രിൻസിപ്പലിനില്ല. അഡ്മിഷൻ എന്ന് പറയുന്നത് നിയമപരമായ ഒരു പ്രോസസ്സാണ്. അച്ഛാ, അത് എൻട്രൻസിന് അത്ര നല്ല മാർക്ക് കിട്ടാനൊന്നും വഴിയില്ല. എടാ, നീ ചിന്നുവിന്റെ +2 മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ജയിച്ചു പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ കണ്ടു. 600-ൽ 599 മാർക്കാ.